Hello friends, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ചെറിയ അൺബോക്സിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കാലം ഉപയോഗിക്കുന്നുണ്ട്. ഇത് TP-Linkൻ്റെ ഒരു USB ഡോങ്കിളാണ്, അല്ലെങ്കിൽ മിനി വയർലെസ് USB അഡാപ്റ്ററാണ്, വൈഫൈ ഡോങ്കിൾ. അതായത് നമ്മുടെ പഴയ ലാപ്ടോപ്പുകളിൽ വൈഫൈയുടെ ഹാർഡ്വെയർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ CPU ഒക്കെ വരുന്നത് ആ ടൈപ്പിൽ എന്താ പറയുക, അതിൽ നിങ്ങൾക്ക് വൈഫൈ ഇല്ലെങ്കിൽ എങ്ങനെ അതിലേക്കൊരു വൈഫൈ കണക്ഷൻ എടുക്കാമെന്നുള്ള ഒരു സംഭവമാണിത്. നിങ്ങളുടെ ഫോണിൽ നിന്നോ മറ്റോ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തതിന് ശേഷം അതിലെ ഇൻ്റർനെറ്റ് ഈ പറയുന്ന പഴയ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ CPU, പണ്ടത്തെ CPU ഇല്ലേ, അതിലേക്കോ എങ്ങനെ നമ്മൾക്ക് ഇത് ഉപയോഗിച്ച് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അപ്പം ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു TP-Linkൻ്റെ പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ കുറച്ചായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 300 Mbps ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. അപ്പം ഇതിൻ്റെ കുറഞ്ഞ 150 Mbps അല്ലെങ്കിൽ 100 Mbps ഒക്കെ സ്പീഡ് വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഇത് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഡോങ്കിൾ ഉണ്ടായിരുന്നു, വയർലെസ് അല്ലെങ്കിൽ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഡോങ്കിൾ എനിക്ക് ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മുടെ വിൻഡോസ് 10 ഉപയോഗിച്ചിട്ട് മിറാകാസ്റ്റ്, അതായത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഗെയിം കളിക്കും. അപ്പം അതിൽ നിന്ന് ഈ സ്ക്രീൻ മാത്രം ഷെയർ ചെയ്തിട്ട് ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പിലേക്ക് സ്ക്രീൻ ഷെയർ ചെയ്തതിന് ശേഷം അതിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ല ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ലാപ്ടോപ്പിലും നല്ലൊരു വൈഫൈ ഹാർഡ്വെയറിനെ ഉണ്ടാവുക, ഈ മിറാകാസ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന USB ഡോങ്കിൾ എന്ന് പറയുന്നത് അത് അത്രയും പവർഫുൾ അല്ല, ഒരു 100 Mbps ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് വാങ്ങി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മിറാകാസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ TP-Linkൻ്റെ പ്രൊഡക്റ്റാണ്. 1 ബട്ടൺ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ VPS ബട്ടൺ ഉണ്ട്. നമ്മൾക്ക് ഇത് പ്രസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും VPSൻ്റെ. അതുപോലെ തന്നെ വളരെ ചെറിയ ഡോങ്കിളാണ്, വലിയ സ്പേസും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ വില, ഇതിൽ മാക്സിമം റെൻ്റൽ പ്രൈസ് MRP പറഞ്ഞിട്ടുള്ളത് 1399 രൂപക്കാണ്. ഇത് 900 രൂപയ്ക്ക് ഞാൻ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങി. അപ്പം അതിലും കുറഞ്ഞ രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ പറ്റും. 600 അല്ലെങ്കിൽ 600 മുതൽ 900, അല്ലെങ്കിൽ അതിലും താഴെ ഓൺലൈൻ നോക്കിയാൽ മതി. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് TLWN823 എന്നാണ്. ഈ സംഭവം കണ്ടില്ലേ, ജസ്റ്റ് കാണിച്ചു, ഇത് ഫോക്കസ് ആ മക്കളെ. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡൽ നമ്പർ TLWN823N. 300 Mbps തന്നെ വാങ്ങണം, അതിൽ കുറഞ്ഞ് വാങ്ങരുത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. കുറച്ചായി ആൻഡ്രോയിഡ് മലയാളിയിൽ അങ്ങനെ വീഡിയോ ഇടാത്ത, വീടൊക്കെ മാറി, പഴയ ആ സ്ഥലത്തല്ല, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു. പഴയ തറവാട് വീടായിരുന്നില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഈ ബോക്സ് നമുക്ക് മാറ്റി വെക്കാം. ഇതിനുള്ളിൽ കിട്ടുന്നത് ഈ ഒരു സംഭവം, പ്രത്യേകിച്ചൊന്നും ആരും വായിച്ചൊരു ചെറിയൊരു ഇൻസ്റ്റാളേഷൻ ഗൈഡാണ്. ഇത് മാറ്റി വെക്കാം. പിന്നെ ഇല്ല ഈ സംഭവം CD. പണ്ടത്തെ വിൻഡോസ് 10 വിൻഡോസ് 7 ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഈ വൈഫൈയുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി CD ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേങ്കിൽ പുതിയ വിൻഡോസ് 10 വിൻഡോസ് 11 ഈ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് സംഭവം. ഇവിടെ ചെറിയ ലൈറ്റ് ഉണ്ട് ബ്ലിങ്ക് ചെയ്യണത്. ഇത് ഓപ്പൺ ചെയ്യാം, പിന്നെയും ചെറുതായി ഇത് കണക്ട് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഷുവറായിട്ടും മിറാകാസ്റ്റ് ചെയ്യാവുന്ന, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ സ്ക്രീന് സിസ്റ്റത്തിലേക്ക് എടുക്കാം, സിസ്റ്റത്തിൽ നിന്ന് ഫോണിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു പ്രോബ്ലം ഇല്ല, രണ്ടും നടക്കും. അപ്പം അതുപോലെ തന്നെ വൈഫൈ, നമ്മുടെ ഫോണിലുള്ള വൈഫൈയോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലിപ്പം കേരള വിഷൻ്റെ നെറ്റ് ഉണ്ട്. അപ്പം അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് എടുക്കണമെങ്കിൽ, അപ്പം ലാൻഡ് വഴി എടുക്കുന്നില്ല. ഇപ്പം ഈ റൂമിൽ ലാൻഡ് കേബിൾ ആകുമ്പോൾ കുറച്ച് ദൂരം നമുക്ക് പറ്റും, അല്ല അതിന് വലിയ ലാൻഡ് കേബിളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പം അപ്പുറത്തെ ഹാളിലാണ് വൈഫൈൻ്റെ മോഡം വെച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ റൂമിലേക്ക് കണക്ഷൻ വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
ഈ പറഞ്ഞ സാധനം ഈ പഴയ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വൈഫൈ ലഭ്യമാവും. അപ്പം അതിലെങ്ങനെ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു അൺബോക്സിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് മിറാകാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ PUBG മൊബൈലല്ലേ, നമ്മുടെ BGMI, അത് എൻ്റെ ഈ ഡെസ്ക്ടോപ്പിൽ കളിച്ചിട്ട് അപ്പം ഞാൻ ഇതിൽ കളിക്കും. എന്നിട്ട് ആ സ്ക്രീന് ഈ മിറാകാസ്റ്റ് ഉപയോഗിച്ചിട്ട് എൻ്റെ ലാപ്പിലേക്ക് ഷെയർ ചെയ്യും. ലാപ്പിൽ നിന്ന് OBS വഴി ലൈവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, സൂപ്പർ ക്വാളിറ്റിയാണ്. പിന്നെ സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇതിന്ന് അതിലേക്ക് ഈ എന്താ പറയുക, സ്പ്ലിറ്ററില്ലേ, സൗണ്ട് സ്പ്ലിറ്റർ, 3.5mm ജാക്കിൻ്റെ സ്പ്ലിറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലും ഇതിലുമായിട്ട് സൗണ്ടും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെയും ലൈവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെങ്കിൽ നേരിട്ടിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ അതിലേക്ക് വൈഫൈ മിറാകാസ്റ്റ് വഴി കാസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. പക്ഷേങ്കിൽ പവർ മിറർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വൈഫൈ വഴി സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു ലാഗും ഉണ്ടാവില്ല. എൻ്റെ ഡിവൈസ് X3 Pro ആണ്. കൂടാതെ എൻ്റെ ഡിവൈസിൻ്റെ ഫയൽ സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത് 3.1 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 860 ആണ്. അപ്പോൾ നല്ലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലഗാട്ടോയോ അങ്ങനെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മിറാകാസ്റ്റിൻ്റെ ഈ ഒരു ഡോങ്കിൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ക്രീൻ അടിപൊളിയായിട്ട് ഷെയർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി അതൊന്നുമില്ലെങ്കിലും ഈ പവർ മിറർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ സിസ്റ്റം നിങ്ങളുടെ മോഡ് ഉണ്ടല്ലോ അതിലേക്ക് ലാൻഡ് വഴി കണക്ട് ചെയ്യാം. അതിനുശേഷം ആ ലാൻഡിൽ നിന്ന് വരുന്ന വൈഫൈയിലേക്ക് നിങ്ങളെ ഫോൺ കണക്ട് ചെയ്യാം. എന്നിട്ട് പവർ വെച്ചിട്ട് ഡയറക്റ്റ് ആ വൈഫൈ ത്രൂ നിങ്ങൾക്ക് ഗെയിമും കളിക്കാം, ഈ സ്ക്രീന് ഇതിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, OBS വഴി ആ സ്ക്രീൻ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾക്ക് അത് ലൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ആവശ്യമുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് നെറ്റ് കിട്ടുന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആ പാർട്ടിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ PC. 2 മോണിറ്റർ ഉണ്ട്. ഈ ഡുവൽ മോണിറ്ററിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, ഇതിൻ്റെ ഉപകാരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സിസ്റ്റം. അതിനു മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾക്കിപ്പം നിലവിലുള്ളത് ഈ ഒരു സിമ്പിളാണ്. അതായത് വൈഫൈയുടെ അല്ല, ഒരു ഗ്ലോബിൻ്റെ, വിൻഡോസ് 10 ഗ്ലോബാണ്, മറ്റുള്ളതിലാണെങ്കിൽ ഒരു ചെറിയ കമ്പ്യൂട്ടറിൻ്റെ ചിഹ്നമായിരിക്കും. അപ്പോൾ ഇവിടെ വൈഫൈൻ്റെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല, ഇവിടെ ചിഹ്നമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ഇവിടെ പ്ലഗ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഊരിയ സംഭവമില്ലേ അതൊന്ന് പ്ലഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിത് പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ തൊട്ടടുക്ക് തന്നെയാണ് ഞാൻ എൻ്റെ ലാൻഡ് കേബിൾ ഡിസ്കണക്ട് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുക്ക് തന്നെ നമ്മളെ മോഡം കാണാം. പിന്നെ നമുക്ക് സ്ക്രീനിലേക്ക് വരാം. പ്ലഗ് ചെയ്ത് വേറൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം വരും. ഇത് വരുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വിൻഡോസ് കീ പ്രസ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ വൈഫൈ എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ വൈഫൈ സെറ്റിങ്സ് വരും. ഇവിടെ ഓഫാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വരാം. ഇപ്പോൾ കേരള വിഷൻ ഉണ്ട്, കണക്ട് ഓട്ടോമാറ്റിക്കലി. ഇവിടെ പാസ്വേഡ് അടിക്കാനുണ്ട്, പാസ്വേഡ് അടിക്കാം. നമ്മൾ പാസ്വേഡ് അടിച്ചു, വെരിഫൈ ആൻഡ് കണക്റ്റിംഗ്, അത് തന്നെയാന്ന് തോന്നുന്നു പാസ്വേഡ് അല്ലേ. ഓക്കെ, കണക്റ്റഡ്. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന സ്പീഡ് 300 Mbps ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എൻ്റെ നെറ്റ് 100 Mbps ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ്. ഓക്കെ, ഇത് ഗൂഗിളിൻ്റെ സ്പീഡ് ടെസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നും ഇതാണ്, ഇത് പെട്ടെന്ന് പരിപാടി ചെയ്യും. ഓക്കെ, കേരള വിഷൻ നെറ്റ് ആയതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഇത്രയും സ്ലോ ഇത് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ അടിപൊളി സ്പീഡുണ്ടോ.
ഇവരെപ്പോഴും ഒന്നൊക്കെ അപ്ലോഡ് ഡൗൺലോഡ് എന്തെങ്കിലും സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് എത്ര കിട്ടിയത് 12 MB കിട്ടിയുള്ളൂ. അപ്ലോഡ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ യൂക്ല ഉണ്ടല്ലോ, സ്പീഡ് ടെസ്റ്റ് വൈ യൂക്ല, അത് നമുക്ക് എടുത്തു നോക്കാം. ഇത് കേരള വിഷൻ്റെ കണ്ടില്ലേ, കേരള വിഷൻ കോഴിക്കോട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൊടുക്കാം. കേരള വിഷനിലേക്ക് നല്ല സ്പീഡ് തന്നെ കിട്ടും എന്തായാലും. ഇതൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അല്ലാണ്ട് ഇത്രയും കുറയില്ല. അപ്പം അല്ല, ഇത് ഇപ്പം ഡൗൺലോഡാണ് കാണിക്കുന്നത്, ഇനി അപ്ലോഡ് കാണിക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരിക്കലും അപ്ലോഡ് 100 പോകാൻ പാടില്ലല്ലോ. അതൊക്കെ ഇപ്പം അപ്ലോഡ് ഇത്രയും സ്പീഡിൽ നടക്കുന്നുണ്ട്, കണ്ടില്ലേ, 100ന്റെ മുകളിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവരെന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ആണ്, അല്ലാതെ ഡോങ്കിളിനും സംഭവങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. ഓക്കെ അപ്പോൾ ഇത്രയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെടുത്ത് എന്തായാലും സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ സ്ക്രീൻസ് കാസ്റ്റ് ചെയ്യുന്നത്, അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാ ഈ പ്രൊജക്റ്റ് എടുക്കുക, കണക്റ്റ് വയർലെസ് ഡിസ്പ്ലേ, ഇവിടെ ഇത് വരും, ഓപ്ഷൻ വരും, ഇവിടെ താഴെയുണ്ടെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് ടു ദിസ് PC ഉണ്ട്, കണ്ടില്ലേ. നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഫോണിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. അപ്പം സപ്പോർട്ടഡ് ആണ് ഈ ഡിവൈസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.